സി മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പഠിക്കാൻ പോകുന്നത് 2026 ജനുവരി മാസത്തിൽ PSC ബുള്ളറ്റിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ 7ാമത്തെ ക്ലാസ് ആണ്. കഴിഞ്ഞ 6 ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കാശ്മീരിലെ ചിനാർ മരങ്ങൾ സംരക്ഷിക്കുന്നതിനായി ജമ്മു കാശ്മീർ സർക്കാർ അവതരിപ്പിച്ച പുതിയ പദ്ധതിയാണ് ഡിജിറ്റൽ ട്രീ ആധാർ. കാശ്മീരിലെ ചിനാർ മരങ്ങൾ സംരക്ഷിക്കുന്നതിനായി ജമ്മു കാശ്മീർ സർക്കാർ അവതരിപ്പിച്ച പുതിയ പദ്ധതിയുടെ പേരാണ് ഡിജിറ്റൽ ട്രീ ആധാർ. മഖാന ഉത്പാദനം. എന്താണ് മഖാന? താമര വിത്താണ് മഖാന എന്ന് പറയുന്നത്. അവയുടെ സംസ്കരണം, വിപണനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച മഖാന ബോർഡ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ബീഹാർ. മഖാന ഉൽപാദനം, അതായത് താമരവിത്തിൻ്റെ സംസ്കരണം, വിപണനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച മഖാന ബോർഡ് നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ബീഹാർ. ഡിജിറ്റൽ ട്രീ ആധാർ എന്തായിരുന്നു? കാശ്മീരിലെ ചിനാർ മരങ്ങൾ സംരക്ഷിക്കുന്നതിനായി ജമ്മു കാശ്മീർ സർക്കാർ അവതരിപ്പിച്ച പുതിയ പദ്ധതിയാണ് ഡിജിറ്റൽ ട്രീ ആധാർ. മഖാന ഉൽപാദനം, അവയുടെ സംസ്കരണം, വിപണനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച മഖാന ബോർഡ് നിലവിൽ വരുന്നത് ബീഹാറിലാണ്. ഇന്ത്യയിലെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമാണ് മാധവ് നാഷണൽ പാർക്ക്, മധ്യപ്രദേശ്. മാധവ് നാഷണൽ പാർക്ക്, മധ്യപ്രദേശ്. ഡോക്ടർ ഭീംറാവു അംബേദ്കർ അഭയാരണ്യം എന്ന പേരിൽ പുതിയ വന്യജീവി സങ്കേതം നിലവിൽ വരുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഡോക്ടർ ഭീംറാവു അംബേദ്കർ അഭയാരണ്യം എന്ന പേരിൽ പുതിയ വന്യജീവി സങ്കേതം നിലവിൽ വരുന്ന സംസ്ഥാനവും മധ്യപ്രദേശാണ്. മാധവ് നാഷണൽ പാർക്ക്, മധ്യപ്രദേശ്. ഡോക്ടർ ഭീംറാവു അംബേദ്കർ അഭയാരണ്യം എന്ന പേരിൽ പുതിയ വന്യജീവി സങ്കേതം വരുന്നതും മധ്യപ്രദേശിലാണ്. ഇന്ത്യയിലെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമാണ് മാധവ് നാഷണൽ പാർക്ക്, മധ്യപ്രദേശിലേത്. ഇന്ത്യയുടെ സമാധാന നോബൽ പുരസ്കാര ജേതാവ് കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥ ഡയസാലായി. അർത്ഥം തീപ്പെട്ടി എന്നാണ്. ഇന്ത്യയുടെ സമാധാന നോബൽ പുരസ്കാര ജേതാവായ കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥയാണ് ഡയസാലായി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ എത്ര വർഷമാണ് 2025 തികഞ്ഞത്? 50 വർഷമാണ് 2025 തികഞ്ഞത്. 1975 ജൂൺ 25 പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയാണ് 2025 50 വർഷം തികഞ്ഞത്. ISRO ഗഗൻയാൻ വർഷമായി പ്രഖ്യാപിച്ചത് 2025. വളരെ പ്രധാനപ്പെട്ടതാണ്. ISRO ഗഗൻയാൻ വർഷമായി പ്രഖ്യാപിച്ചത് 2025 ആണ്. ഇനി ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി വരുന്ന എക്സാമുകൾക്ക് വളരെ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ISRO ഗഗൻയാൻ വർഷമായി പ്രഖ്യാപിച്ചത് 2025-നെയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ബീഹാർ, 2020-ലാണ്. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിൽ ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനമാണ് ബീഹാർ, 2020-ലാണ് അവതരിപ്പിച്ചത്. 2025 ഇന്ത്യയിൽ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം രാജസ്ഥാൻ. 2025 ഇന്ത്യയിൽ ഹരിത ബജറ്റ് അവതരിപ്പിച്ചത് രാജസ്ഥാനും 2020 ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനമാണ് ബീഹാർ. അപ്പോൾ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. പഠിച്ചു വയ്ക്കുക. വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന അന്താരാഷ്ട്ര സംഘടന ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്. ആസ്ഥാനം ഡൽഹിയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്, IBCA. ആസ്ഥാനം ഡൽഹിയാണ്. 2025 ലോക തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ഇന്ത്യയിലെ പുതിയ റംസാർ സൈറ്റുകൾ: സക്കരക്കോട്ട പക്ഷി സങ്കേതം തമിഴ്നാട്, തേർത്തങ്കൽ പക്ഷി സങ്കേതം തമിഴ്നാട്, KJ പാൽരി തടാകം സിക്കിം, ഉദ്വ തടാക പക്ഷി സങ്കേതം ജാർഖണ്ഡ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. പഠിച്ചു വയ്ക്കുക. 4 നന്നായിട്ട് പഠിക്കുക. സക്കരക്കോട്ട പക്ഷി സങ്കേതം തമിഴ്നാടാണ്. തേർത്തങ്കൽ പക്ഷി സങ്കേതവും തമിഴ്നാടാണ്. KJ പാൽരി തടാകം സിക്കിമിലാണ്. KJ പാൽരി തടാകം സിക്കിം, ഉദ്വ തടാക പക്ഷി സങ്കേതം ജാർഖണ്ഡ്. ഇന്ത്യയിൽ ആദ്യമായി 3D പ്രിന്റിംഗ് ഉപയോഗിച്ച് വില്ല നിർമ്മിച്ച മദ്രാസ് IIT-യിൽ രൂപം കൊണ്ട സ്റ്റാർട്ടപ്പ് കമ്പനി TOSTA.
ഇന്ത്യയിൽ ആദ്യമായി 3D പ്രിന്റിംഗ് ഉപയോഗിച്ച് വില്ല നിർമ്മിച്ച മദ്രാസ് IITയിൽ രൂപം കൊണ്ട സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ത്വസ്ത. ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം മേഘാലയയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനമാണ് മേഘാലയ. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം പഞ്ചാബ്. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ്. മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ത്വസ്ത എന്തായിരുന്നു? ഇന്ത്യയിൽ ആദ്യമായി 3D പ്രിന്റിംഗ് ഉപയോഗിച്ച് വില്ല നിർമ്മിച്ച മദ്രാസ് IITയിൽ രൂപം കൊണ്ട സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ത്വസ്ത. ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനമാണ് മേഘാലയ. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ്. പ്രോജക്റ്റ് ചീറ്റയുടെ ഭാഗമായി 2025 മെയ് മാസത്തിൽ ഇന്ത്യയിലേക്ക് ചീറ്റകളെ കൊണ്ടുവന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? ബോട്സ്വാന. പ്രോജക്റ്റ് ചീറ്റയുടെ ഭാഗമായി 2025 മെയ് മാസത്തിൽ ഇന്ത്യയിലേക്ക് ചീറ്റകളെ കൊണ്ടുവന്നത് ബോട്സ്വാനയിൽ നിന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡേറ്റാ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ്, റായ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡേറ്റാ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്, റായ്പൂറാണ് സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തുടനീളമുള്ള ആന്റി റാബിസ് വാക്സിനുകളുടെയും ആന്റി സ്നേക്ക് വെനത്തിന്റെയും തത്സമയ ലഭ്യത ട്രാക്ക് ചെയ്യാനും നിയന്ത്രിക്കാനും രൂപകൽപ്പന ചെയ്ത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സൂവിൻ. രാജ്യത്തുടനീളമുള്ള ആന്റി റാബിസ് വാക്സിനുകളുടെയും ആന്റി സ്നേക്ക് വെനത്തിന്റെയും തത്സമയ ലഭ്യത ട്രാക്ക് ചെയ്യാനും നിയന്ത്രിക്കാനും രൂപകൽപ്പന ചെയ്ത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് സൂവിൻ. ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് എവിടെയാണ്? അമരാവതി. ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് അമരാവതിയിലാണ്. ഓർത്തു വയ്ക്കുക. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാല ഇലിനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, മുംബൈയിലാണ്. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാലയാണ് ഇലിനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, മുംബൈയിലാണ്. ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് പ്രസിദ്ധീകരിച്ച 2025 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ നഗരം മുംബൈയാണ്. ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് പ്രസിദ്ധീകരിച്ച 2025 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ നഗരമാണ് മുംബൈ. സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനായി പിൻകോഡിന് പകരം തപാൽ വകുപ്പ് ആരംഭിക്കുന്ന ഡിജിറ്റൽ അഡ്രസ് സംവിധാനം ഡിജിപിൻ. ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനായി പിൻകോഡിന് പകരം തപാൽ വകുപ്പ് ആരംഭിക്കുന്ന ഡിജിറ്റൽ അഡ്രസ് സംവിധാനമാണ് ഡിജിപിൻ. ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. റാംസാർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ നഗരങ്ങൾ ഇൻഡോറും ഉദയ്പൂറും. ഇത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. റാംസാർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ നഗരങ്ങളാണ് ഇൻഡോറും ഉദയ്പൂറും. 2026 നടക്കാനിരിക്കുന്ന നിർമ്മിത ബുദ്ധി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. 2026 നടക്കാനിരിക്കുന്ന നിർമ്മിത ബുദ്ധി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ഇന്ത്യ. നിർമ്മിത ബുദ്ധി എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. 2026 നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ 2026 AI ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. 2026 നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യവും ഇന്ത്യയാണ്. അപ്പോൾ ഇത് രണ്ടും ഓർത്ത് വയ്ക്കണം. ഇന്ത്യയുടെ എത്രാമത്തെ സെൻസസ് ആണ് 2027 നടത്താൻ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയത്? 16ാമത്തെ. അപ്പോൾ 2027 16ാമത്തേതാണ്. ഇന്ത്യയുടെ എത്രാമത്തെ സെൻസസ് ആണ് 2027 നടത്താൻ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയത്? 16ാമത്തെ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മടങ്ങിയെത്തുന്ന കുടിയേറ്റ തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം, തൊഴിൽ സുരക്ഷ, മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നതിന് ലക്ഷ്യമിടുന്ന ശ്രമശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാൾ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മടങ്ങിയെത്തുന്ന കുടിയേറ്റ തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം, തൊഴിൽ സുരക്ഷ, മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നതിന് ലക്ഷ്യമിടുന്ന ശ്രമശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭാ മന്ദിരം
ന്യൂഡൽഹി. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭാ മന്ദിരമാണ് ന്യൂഡൽഹി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രോൺ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കൃത്രിമ മഴയുടെ സഹായത്താൽ 20 വർഷത്തിനു ശേഷം പൂർണ്ണമായി നിറയ്ക്കാനൊരുങ്ങുന്ന റാംഗഡ് ഡാം എവിടെയാണ്? ജയ്പൂർ. ഡ്രോൺ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കൃത്രിമ മഴയുടെ സഹായത്താൽ 20 വർഷത്തിനു ശേഷം പൂർണ്ണമായിട്ട് നിറയ്ക്കാൻ ഒരുക്കുന്ന റാംഗഡ് ഡാം ജയ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2025 ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം. ആര്യഭട്ടം മുതൽ ഗഗൻയാൻ വരെ, പുരാതന വിവേകം മുതൽ അനന്തമായ സാധ്യതകൾ വരെ. 2025 ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയമാണ് ആര്യഭട്ടം മുതൽ ഗഗൻയാൻ വരെ, പുരാതന വിവേകം മുതൽ അനന്തമായ സാധ്യതകൾ വരെ. പേവിഷമുക്തം എന്ന നേട്ടം കൈവരിച്ച രാജ്യത്തെ ഏക സംസ്ഥാനം ഗോവയാണ്. പേവിഷമുക്തം എന്ന നേട്ടം കൈവരിച്ച രാജ്യത്തെ ഏക സംസ്ഥാനമാണ് ഗോവ. കർണാടകയിലെ കോലാർ ജില്ലയിലെ ഒരു സ്ത്രീയിൽ കണ്ടെത്തിയ ലോകത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ രക്തഗ്രൂപ്പിന്റെ പേര് ക്രിബ്. CRIB. ക്രിബാണ് കർണാടകയിലെ കോലാർ ജില്ലയിലെ ഒരു സ്ത്രീയിൽ കണ്ടെത്തിയ ലോകത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ രക്തഗ്രൂപ്പിന്റെ പേരാണ് ക്രിബ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ പൊതുസേവനങ്ങളെയും ഒരൊറ്റ ഉപയോക്തൃ സൗഹൃദ പ്ലാറ്റ്ഫോമിലേക്ക് ഏകീകരിക്കാൻ രൂപകൽപ്പന ചെയ്ത ആപ്പ് ഏതാണ്? റെയിൽ വൺ. റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ പൊതുസേവനങ്ങളെയും ഒരൊറ്റ ഉപയോക്തൃ സൗഹൃദ പ്ലാറ്റ്ഫോമിലേക്ക് ഏകീകരിക്കാൻ രൂപകൽപ്പന ചെയ്ത ആപ്പിന്റെ പേരാണ് റെയിൽ വൺ. ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി ഇടനാഴി നിലവിൽ വന്ന നാഷണൽ ഹൈവേ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി ഇടനാഴി നിലവിൽ വന്ന നാഷണൽ ഹൈവേ ആണ് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ. പുതിയ ആദായനികുതി ബിൽ നിയമമായി പ്രാബല്യത്തിൽ വരുന്നത് 2026 ഏപ്രിൽ 1. പുതിയ ആദായനികുതി ബിൽ നിയമമായി പ്രാബല്യത്തിൽ വരുന്നത് 2026 ഏപ്രിൽ 1. രാജ്യത്തിന്റെ അതിർത്തികളിൽ പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കുന്നതിനായി ISRO വിക്ഷേപിച്ച ഉപഗ്രഹം റിസാറ്റ് 1B. രാജ്യത്തിന്റെ അതിർത്തികളിൽ പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കുന്നതിനായി ISRO വിക്ഷേപിച്ച ഉപഗ്രഹമാണ് റിസാറ്റ് 1B. ഇമ്പോർട്ടൻ്റ് ആണ്. അരിവാൾ രോഗത്തെ പ്രതിരോധിക്കാൻ DNA-യിൽ മാറ്റം വരുത്തി ഇന്ത്യ വികസിപ്പിച്ച ആദ്യ തദ്ദേശീയ ജീൻ തെറാപ്പി ബിർസ 101. ബിർസ മുണ്ടയോടുള്ള ആദര സൂചകമായിട്ടാണ് ബിർസ 101 എന്ന പേരിട്ടത്. അരിവാൾ രോഗത്തെ, അതായത് സിക്കിൾ സെൽ അനീമിയ രോഗത്തെ പ്രതിരോധിക്കാൻ DNA-യിൽ മാറ്റം വരുത്തി ഇന്ത്യ വികസിപ്പിച്ച ആദ്യ തദ്ദേശീയ ജീൻ തെറാപ്പിയാണ് ബിർസ 101. ബിർസ മുണ്ടയോടുള്ള ആദര സൂചകമായിട്ടാണ് ബിർസ 101 എന്ന പേരിട്ടത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്ന പുതിയ സമുച്ചയത്തിന് നൽകുന്ന പേര് സേവാ തീർത്ത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്ന പുതിയ സമുച്ചയത്തിന് നൽകുന്ന പേരാണ് സേവാ തീർത്ത്. ഇന്ത്യ, അമേരിക്ക, റഷ്യ, ചൈന, ജപ്പാൻ എന്നീ ലോകശക്തികളെ ഉൾപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിക്കാൻ പദ്ധതിയിടുന്ന പുതിയ കൂട്ടായ്മ കോർ 5 C5. ഇന്ത്യ, അമേരിക്ക, റഷ്യ, ചൈന, ജപ്പാൻ എന്നീ ലോകശക്തികളെ ഉൾപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിക്കാൻ പദ്ധതിയിടുന്ന പുതിയ കൂട്ടായ്മയാണ് കോർ 5 C5. ഇന്ത്യയിൽ വായു മലിനീകരണത്തിനെതിരെ പോരാടാൻ ആദ്യമായി ക്ലൗഡ് സീഡിംഗ് പരീക്ഷണം നടത്തിയത് ഡൽഹിയാണ്. ഇന്ത്യയിൽ വായു മലിനീകരണത്തിനെതിരെ പോരാടാൻ ആദ്യമായി ക്ലൗഡ് സീഡിംഗ് പരീക്ഷണം നടത്തിയത് ഡൽഹിയാണ്. ഇന്ത്യയിലെ സ്കൂൾ വിദ്യാഭ്യാസത്തെ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ PM-ശ്രീ. ഇന്ത്യയിലെ സ്കൂൾ വിദ്യാഭ്യാസത്തെ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ PM-ശ്രീ. ഇനിയുള്ള പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് PM-ശ്രീയിലുള്ളത്. അപ്പോൾ PM-ശ്രീയുമായി ബന്ധപ്പെട്ട വീഡിയോ കാണുക. എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയത് എന്നാണ്? 2025 ഏപ്രിൽ 5. പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയത്
2025 ഏപ്രിൽ 5-നാണ്. 2025 നവരത്ന പദവി ലഭിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ: ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ IRFC, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ IRCTC. മൊത്തം നവരത്ന കമ്പനികളുടെ എണ്ണം 26 ആയി. ഇപ്പോൾ നവരത്ന കമ്പനികളുടെ എണ്ണം 26 ആണ്. ഇപ്പോൾ 2025 നവരത്ന പദവി ലഭിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ IRFC, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ IRCTC. അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉൽക്കാപഠന നേതൃസമിതിയിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ അശ്വിൻ ശേഖറാണ്. അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉൽക്കാപഠന നേതൃസമിതിയിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് അശ്വിൻ ശേഖർ. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ഉമ കാഞ്ചിലാൽ. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലറാണ് ഉമ കാഞ്ചിലാൽ. ദ നാഷണൽ ആനുവൽ റിപ്പോർട്ട് ആൻഡ് ഇൻഡെക്സ് ഓൺ വിമൻ സേഫ്റ്റിയുടെ 2025 പട്ടിക പ്രകാരം രാജ്യത്തെ സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായി സഞ്ചരിക്കാവുന്ന നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് കൊഹിമ, നാഗാലാൻഡ്. ദ നാഷണൽ ആനുവൽ റിപ്പോർട്ട് ആൻഡ് ഇൻഡെക്സ് ഓൺ വിമൻ സേഫ്റ്റിയുടെ 2025 പട്ടിക പ്രകാരം രാജ്യത്തെ സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായി സഞ്ചരിക്കാവുന്ന നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് കൊഹിമയാണ്, നാഗാലാൻഡിലാണ്. അന്താരാഷ്ട്ര നാണയനിധിയിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ മുൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ഉർജിത് പട്ടേൽ. അന്താരാഷ്ട്ര നാണയനിധിയിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ മുൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറാണ് ഉർജിത് പട്ടേൽ. യുദ്ധമുഖത്ത് പാക് പ്രത്യാക്രമണങ്ങൾ നിർവീര്യമാക്കാൻ ഇന്ത്യ ഉപയോഗിച്ച വ്യോമ പ്രതിരോധ സംവിധാനം സുദർശൻ ചക്ര. യുദ്ധമുഖത്ത് പാക് പ്രത്യാക്രമണങ്ങൾ നിർവീര്യമാക്കാൻ ഇന്ത്യ ഉപയോഗിച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ് സുദർശൻ ചക്ര. പൂർണ്ണമായും സെറാമിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ പാർക്കായ അനോഖി ദുനിയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്ത്, ഉത്തർപ്രദേശ്. പൂർണ്ണമായും സെറാമിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ പാർക്കായ അനോഖി ദുനിയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത്, ഉത്തർപ്രദേശാണ്. 2025 സെപ്റ്റംബർ 12-ന് ഗുരുഗ്രാമിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ നേവൽ ബേസ് INS അരാവലി. 2025 സെപ്റ്റംബർ 12-ന് ഗുരുഗ്രാമിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ നേവൽ ബേസാണ് INS അരാവലി. ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ കൊങ്കൺ തീരത്ത് നടത്തിയ സംയുക്ത നാവികാഭ്യാസത്തിന്റെ പേര് കൊങ്കൺ 25. ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ കൊങ്കൺ തീരത്ത് നടത്തിയ സംയുക്ത നാവികാഭ്യാസത്തിന്റെ പേരാണ് കൊങ്കൺ 25. ഇന്ത്യ പുതിയതായി നിർമ്മിക്കുന്ന ഭൂതല വ്യോമ മിസൈൽ അനന്ത് ശാസ്ത്ര. ഇന്ത്യ പുതിയതായി നിർമ്മിക്കുന്ന ഭൂതല വ്യോമ മിസൈലാണ് അനന്ത് ശാസ്ത്ര. ബെയ്ജിങ്ങിലെ ഇന്ത്യൻ എംബസിയിൽ 2025 ഒക്ടോബറിൽ ഏത് ഇന്ത്യക്കാരന്റെ പ്രതിമയാണ് അനാച്ഛാദനം ചെയ്തത്? രവീന്ദ്രനാഥ ടാഗോർ. ബെയ്ജിങ്ങിലെ ഇന്ത്യൻ എംബസിയിൽ 2025 ഒക്ടോബറിൽ ഏത് ഇന്ത്യക്കാരന്റെ പ്രതിമയാണ് അനാച്ഛാദനം ചെയ്തത്? രവീന്ദ്രനാഥ ടാഗോർ. 2025 ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇന്ത്യൻ കര, നാവിക, വ്യോമസേനകൾ സംയുക്തമായി ഗുജറാത്ത്, രാജസ്ഥാൻ അതിർത്തികളിൽ നടത്തിയ സൈനികാഭ്യാസം തൃശൂൽ അഭ്യാസം. 2025 ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇന്ത്യൻ കര, നാവിക, വ്യോമസേനകൾ സംയുക്തമായി ഗുജറാത്ത്, രാജസ്ഥാൻ അതിർത്തികളിൽ നടത്തിയ സൈനികാഭ്യാസമാണ് തൃശൂൽ അഭ്യാസം. 2025 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തായ് ഭാഷയിൽ മനോഹരമായ പൂവ് എന്നർത്ഥമുള്ള മോണ്ട ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം തായ്ലൻഡ്. 2025 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തായ് ഭാഷയിൽ മനോഹരമായ പൂവ് എന്നർത്ഥമുള്ള മോണ്ട ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമാണ് തായ്ലൻഡ്. 2025 വിശാഖപട്ടണത്ത് വെച്ച് ഇന്ത്യയും ഇന്തോനേഷ്യയും സംയുക്തമായി നടത്തിയ നാവികാഭ്യാസം സമുദ്രശക്തി. 2025 വിശാഖപട്ടണത്ത് വെച്ച് ഇന്ത്യയും ഇന്തോനേഷ്യയും സംയുക്തമായി നടത്തിയ നാവികാഭ്യാസമാണ് സമുദ്രശക്തി.
റാഫാൽ യുദ്ധവിമാനം പറത്തുന്ന ഇന്ത്യയിലെ ഏക വനിതാ പൈലറ്റ്? ആൻസർ സ്ക്വാഡ്രൺ ലീഡർ ശിവാംഗി സിംഗ് ആണ്. റാഫാൽ യുദ്ധവിമാനം പറത്തുന്ന ഇന്ത്യയിലെ ഏക വനിതാ പൈലറ്റാണ് ശിവാംഗി സിംഗ്. ലോകത്തിലെ ആദ്യത്തെ രാമായണ മെഴുകു മ്യൂസിയം, രാമായണ വാക്സ് മ്യൂസിയം സ്ഥാപിച്ചത് എവിടെയാണ്? അയോധ്യയിലാണ്. ലോകത്തിലെ ആദ്യത്തെ രാമായണ മെഴുകു മ്യൂസിയം സ്ഥാപിച്ചത് അയോധ്യയിലാണ്. ബീഹാർ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്? നിതീഷ് കുമാർ. 10ാം തവണയാണ് ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാറിനെ തിരഞ്ഞെടുത്തത്. 2025 നവംബർ 24-ന് അന്തരിച്ച ബോളിവുഡിലെ ഹിമാൻ എന്നറിയപ്പെടുന്ന ഇതിഹാസ നടൻ? ധർമ്മേന്ദ്ര സിംഗ് ദിയോൾ. 2025 നവംബർ 24-ന് അന്തരിച്ച ബോളിവുഡിലെ ഹിമാൻ എന്നറിയപ്പെടുന്ന ഇതിഹാസ നടനാണ് ധർമ്മേന്ദ്ര സിംഗ് ദിയോൾ. ന്യൂയോർക്ക് നഗരത്തിന്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ? സൊഹ്റാൻ മംദാനി. സംവിധായിക മീര നായരുടെ മകനാണ്. ന്യൂയോർക്ക് നഗരത്തിന്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജനാണ് സൊഹ്റാൻ മംദാനി. സംവിധായിക മീര നായരുടെ മകനാണ്. ഈ ക്വസ്റ്റ്യൻസ് 2026 ജനുവരി മാസത്തിലെ PSC ബുള്ളറ്റിൽ വന്ന പ്രധാനപ്പെട്ട 2025 കറണ്ട് അഫയേഴ്സ് ആണ്. റിവിഷൻ ചെയ്ത് പഠിക്കുക. PMCയുമായി ബന്ധപ്പെട്ട എക്സെപ്റ്റഡ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ലിങ്ക് നൽകിയേക്കാം. നോട്ട്സ് PSC മിറർ എന്ന ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. അടുത്ത ക്ലാസ്സുമായി കാണാം. താങ്ക് യു.